ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഔഫൽ ഷാൻ ടൂൾസ് ആൻഡ് ഹാർഡ്വെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബാത്റൂമിൻ്റെയൊക്കെ ടൈല് കറ പിടിച്ച് മാറ്റി സ്ഥാപിക്കാൻ നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണേണ്ടതാണ്. നിങ്ങളുടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ കയ്യിലുള്ളത്. സിമെൻറ്റ് റിമൂവർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എല്ലാവിധ കറകളും വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ കറകളും കളയാൻ വളരെ അത്യുത്തമമാണ്. ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് നോക്കിയാണ്. ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ട് കുറച്ചധികം ദിവസമായതാണ്. ഞങ്ങൾ പല രീതിയിലുള്ള കറകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മളിതിൻ്റെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചതിൻ്റെ വീഡിയോസ് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റില്ലുകളും ഉണ്ട്. ശരിക്കും നമുക്ക് ഈ ക്ലീനിങ് മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് അധികം ദിവസമായതാണ്. നമ്മൾ പല സർഫസുകളിലും ഇത് ഉപയോഗിച്ച് നോക്കിയാണ്. ഇപ്പോൾ ഇതിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ തെളിഞ്ഞ് കാണുന്ന സ്ഥലം ഞങ്ങൾ ഇത് ആദ്യമേ കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് കുറച്ച് ക്ലീൻ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലം കൂടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു റബ്ബർ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുപോലെയൊക്കെ ഉള്ളൊരു മോപ്പ് വെച്ച് ജസ്റ്റ് തേച്ചാൽ അത് നല്ല ക്ലിയറായി കിട്ടും. ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് അഴുക്കിൻ്റെ കറയുടെ അത് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. ഈ ഇതുപോലുള്ള ടൈലുകളിലൊക്കെ ഏകദേശം ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അതിൻ്റെ ശരിക്കുള്ള കളർ കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് ടൈമൊന്നും ഉപയോഗിക്കാതെ ചെയ്താണ്. ഇതുപോലെ ഇത്ര ഡിഫറൻസ് കിട്ടും. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ നേരത്തെ ട്രയൽ ചെയ്ത് നോക്കിയ ഭാഗങ്ങളാണ്. നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ബനിയൻ്റെ ഇതോ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ ഈ ലിക്വിഡ് എടുക്കുക. അത് നമ്മൾ ഏത് സർഫസിലാണ് ക്ലീൻ ചെയ്യേണ്ടത് ആ സർഫസിലോട്ട് തൂക്കുക. കുറച്ച് ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളിങ്ങനെ തൂക്കുക. അത് കഴിഞ്ഞൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇതുപോലെ സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് ശരിക്ക് തേച്ച് കഴുകുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാത്തരം കറകളും എല്ലാം ഇതിനകത്ത് പോകുന്നതാണ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ കറ പിടിച്ച ഭാഗം ഇത് വരുന്ന ഈ സ്ഥലമാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. ഇതൊന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.